അതുകൊണ്ടാണ് അത് അറിയാൻ പറ്റിയത്. അതിന്റെ ഉള്ളിൽ എത്ര വണ്ടികൾ ഉണ്ടെന്നൊന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. കാരണം നമ്മുടെ വണ്ടി ഈ ബാലൻസിന്റെ വണ്ടി ആയതുകൊണ്ട് അത് അവിടെ ലൊക്കേഷൻ കാണിക്കുന്നു, വണ്ടി ഓൺ ആണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഹോപ്പുള്ളത്. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെ ഇപ്പൊ ഒരു വണ്ടിയിലാക്കി വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ് പറയുക, അറ്റ്ലീസ്റ്റ് ആ ഒരു എന്താണ് ആർമി അല്ലെങ്കിൽ നേവി ബേസിലൊക്കെ ഇന്നലെ ചെയ്യുന്നൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രയും സ്പീഡ് ആക്കുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു ഡിറ്റാച്ച് വെച്ചിട്ട് ഇനി 10 ദിവസം കൊണ്ട് ചെയ്താലും അവിടെ ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല. കേരള ഗവൺമെന്റുമായിട്ട് സംസാരിച്ചു, മുഖ്യമന്ത്രിയുടെ ഓഫീസായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മന്ത്രി രാജൻ സാറിന്റെ ഓഫീസിൽ നിന്ന് PM-ന്റെ ഓഫീസിലേക്ക് ഒക്കെ അവർ അയച്ചിട്ടുണ്ട്. റെസ്ക്യൂ ഒന്നും കൂടി സ്പീഡാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രാജൻ സാറിന്റെ അടുത്താണ് നമ്മൾ ഇന്നലെ ആ സമയം മുതലാണ് നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. പിന്നെ ഗണേഷ് സാറ് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ ആ വഴി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് റെസ്ക്യൂ സ്പീഡാക്കുക. കാരണം വൈകിട്ടായ അവിടെ ഒന്നും നടക്കൂല. പിന്നെ മഴ കൂടുന്ന സമയത്ത് നമുക്കൊന്നും നടക്കൂല. ലൈറ്റ് ഇല്ല.